അതിനെന്താ തെറ്റ്? കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയ ഞങ്ങൾ അതിനൊന്നും പരിഹസിക്കില്ല, ഒരു തെറ്റുമില്ല. പക്ഷെ എനിക്ക് ഒറ്റ പ്രശ്നമുള്ളൂ, 2008 ഉമ്മൻചാണ്ടി ജയ്ഹിന്ദ് ചാനലുമായിട്ട് ഇതുപോലെ ഒരെണ്ണം നടത്തിയത്. അന്നിട്ട പേരായിരുന്നു ഇരുവർ. ആ പേരെങ്കിലും മാറ്റായിരുന്നു. കൊല്ലം ഇത്രയില്ല. അല്ല, മോഹൻലാലുമായിട്ട് നടത്തിയതൊന്നും യാതൊരു വിരോധവും നമുക്കില്ല. നല്ല കാര്യമല്ലേ? ഇടയ്ക്കൊന്ന് മുഖ്യമന്ത്രി ഒന്ന് ചിരിച്ച് നമ്മളൊന്നുകൂടി കാണട്ടെ, ചിരിച്ചൊക്കെ. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ലല്ലോ. 50 മിനിറ്റ് മറ്റേ ഓൾ ഇന്ത്യ റേഡിയോ ആണല്ലോ, മൻ കി ബാത്ത് ആണല്ലോ. ഇങ്ങോട്ട് മാത്രം പറയണല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ചോദിക്കുന്നത് നേരത്തെ പ്ലാൻഡ് ആയിട്ടുള്ള 4 ചോദ്യമല്ലേ ചോദിക്കുന്നത്. ശരിക്കുള്ള 5ാമത്തെ ചോദ്യം വരുമ്പോ സമയമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എണീക്കാറില്ല പതിവ്. മോഹൻലാലിനോടെങ്കിലും മറുപടി പറയട്ടെ. വാദങ്ങൾ തള്ളിയിട്ട് സർക്കാരിന് എന്തുകൊണ്ട് വികസന കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചുകൂടെ? അതിനെന്താ തെറ്റ് എന്ന രൂപത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. സുപ്രീം കോടതി സർവേ നടത്തുന്ന അനുമതി അല്ല, അതിലൊന്നും നമുക്ക് തെറ്റില്ല. സർക്കാർ നവകേരള സർവേ നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ ആദ്യം സർക്കുലർ ഇറക്കിയത് ആരാണ്? CPM സംസ്ഥാന കമ്മിറ്റിയാണ്. നവകേരള സർവേ നടത്താൻ CPM സംസ്ഥാന കമ്മിറ്റിക്ക് DYFIക്കാരെ CPM-കാരെയും വെച്ച് നവകേരള സർവേ നടത്തിയിട്ട് സർക്കാരിന്റെ ഖജനാവിന്ന് ഞാനും ഇവരുമൊക്കെ നികുതി അടയ്ക്കുന്ന പൈസ എടുത്തിട്ട് സർക്കാരിന്റെ ക്യാമ്പയിൻ നടത്തണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഹൈക്കോടതി നല്ല വിധിയായിരുന്നു. അത് ആദ്യത്തെ ഒരു സ്റ്റേ കൊടുത്തതേ ഉള്ളൂ. അതിന്റെ ഹിയറിംഗ് നടക്കുമ്പോൾ ആ സ്റ്റേ പിൻവലിക്കും. ഞങ്ങൾ കേസ് നടത്തിക്കോളാം, ഞങ്ങൾ സുപ്രീം കോടതി നടത്തും. അത് മറന്നുപോയി. ഇപ്പൊ ഇന്നലെ വേറൊരു ഇത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയല്ലോ, ഡാറ്റ മോഷ്ടിച്ചതിന്. മോഷണ കേസാണ്, ഡാറ്റ മോഷണ കേസാണ്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് പ്രതികളാകേണ്ടത്. സാധാരണക്കാരന്റെ ഡാറ്റ അവന്റെ അറിവില്ലാതെ അത് ദുരുപയോഗം ചെയ്തു പാടില്ല എന്നുള്ള ഹൈക്കോടതി വിധി നേരത്തെ ഉണ്ട്. അപ്പൊ ഇന്നലെ കോടതി രൂക്ഷമായ ഭാഷയിലാണ് ഇനി ഒരു മെസ്സേജ് പോലും അയക്കരുതെന്ന് പറഞ്ഞു. ഇത് ഓർപ്പിച്ച നന്നായി, മറ്റേത് പറയാൻ പറ്റില്ല. ഈ ഡേറ്റ ചോർത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈക്കം മണ്ഡലത്തിലാണെങ്കിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണെങ്കിലും സ്വകാര്യ ഏജൻസി ആ പ്രദേശത്തെ സ്ഥാനാർത്ഥികളാണ്. വട്ടിയൂർക്കാവിലാണെങ്കിൽ K മുരളീധരന് നിങ്ങൾക്ക് മാർക്കിടാം, വീണ എസ് നായർ മാർക്കിടാം, വൈഷ്ണവിക്ക് മാർക്കിടാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശങ്ങൾ പോവുകയാണ്. പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏജൻസിയാണോ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ UDF ചെയർമാനാണ്. UDFO അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു സർവേ നടത്തണം. ഇതുവരെ സ്വർണം പിടിച്ചെടുത്തിട്ടില്ല. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് കൂടാതെ ആരും പറയും. ഇപ്പോഴും തന്ത്രിയോട് അനുവദിക്കാൻ പറയുന്നത് മന്ത്രി രക്ഷിക്കാൻ വേണ്ടിയാണ് അറസ്റ്റ് ചെയ്യുന്നത് പറയുന്നത്. യഥാർത്ഥത്തില് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം ജനുവരി 11 ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിലാണ് അറസ്റ്റ് ചെയ്തത്, ഏത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്, എന്ത് പങ്കാളിത്തമാണ് ശബരിമല സ്വർണ്ണമോഷണത്തിൽ തന്ത്രിക്കുള്ളത് എന്ന് പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത SITക്ക് ഉണ്ട്. തന്ത്രിയെ മാത്രമല്ല, മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും അത് പറയണം. പക്ഷെ പറഞ്ഞില്ല. ഞാനത് പറയാൻ കാരണം റിമാൻഡ് റിപ്പോർട്ട്, ഞാനൊരു അഭിഭാഷകനാണ്. ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചപ്പോ എനിക്കത് അത്ഭുതം തോന്നി. വളരെ അവ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നു, ഒരു തെളിവിന്റെ കണിക പോലും ഇല്ലാതെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയുടെ മീതെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ആരോപണം, ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിവെക്കുന്നതാണ്. അപ്പോ ഇപ്പൊ തന്ത്രിക്ക് എന്തിനാണ് പ്രത്യേക പരിരക്ഷ എന്നാണ് മന്ത്രിമാർ ചോദിക്കുന്നത്. ഒരു പരിരക്ഷയും വേണ്ട, ഒരു പൗരനുള്ള പരിരക്ഷ വേണ്ടേ? ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാതെ എന്ത് കാര്യം, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. അതാണ് കേസ്. 1. 2, ഇവർക്ക് ആർക്കും ഇപ്പോഴും ജാമ്യം കൊടുക്കുന്നില്ല. സുപ്രീം കോടതി ഓടിക്കുകയാണ് ജാമ്യത്തിന് ചെല്ലുമ്പോൾ. പക്ഷേ പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ ഈ പ്രതികൾക്ക് മുഴുവൻ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ തെളിവില്ല. ഇനി ഇവര് പുറത്തിറങ്ങിയ ഉള്ള തെളിവും കൂടി നശിപ്പിച്ചാൽ ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. അതായത് ശബരിമല കേസ് ഒരു തെളിവുമില്ലാതെ ഈ പ്രതികളെല്ലാം രക്ഷപ്പെട്ട് പോകുന്ന രീതിയിൽ അപകടത്തിലെത്തുമോ എന്നുള്ള ഉത്കണ്ഠ പ്രതിപക്ഷത്തിനുണ്ട്. ഞങ്ങളത് നിയമസഭയ്ക്കകത്തും പുറത്തും പങ്കുവച്ചിട്ടുണ്ട്. അല്ല, ഇതിപ്പോ എല്ലാവരും പുറത്തിറങ്ങിയ പിന്നെന്താ കേസ്? തെളിവില്ലെങ്കിൽ പിന്നെന്താ കേസ്? കുറ്റപത്രം പോലും സമർപ്പിക്കാൻ പറ്റുന്നില്ല, പിന്നെന്താ കേസ്?